സ്റ്റൈൽ ഓഫ് വ്ളോഗിങ് ഞങ്ങളുടെ പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ് ബിഗ് ബോസ് സീസൺ 7 പ്രമാണിച്ച്. അപ്പോൾ നമ്മൾ എപ്പിസോഡ്സ് ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് സർപ്രൈസിങ് എലമെന്റ്? വീട് തന്നെ, നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ? എങ്ങനെയാ വീടിനെ പറ്റി അഭിപ്രായം? വീട് അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയിലാണ്. ജയിലിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്ലൈഡ് ചെയ്ത് കൊണ്ടുറങ്ങാം. അത് തന്നെ, അതെ 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 അതെ. ജയിലാണ് ഈ പ്രാവശ്യത്തെ മെയിൻ എന്താണ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ സ്പേസ് ഉണ്ട്. പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു പല പ്ലേസിൽ നിന്നും കൊണ്ടുവന്ന മാർബിൾസും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ വീടിന്റെ കൺസ്ട്രക്ഷൻ. പിന്നെ അപ്പൊ നമുക്ക് പിന്നെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം ഇത്തവണയും ബോളില്ല. പിന്നെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടായിരുന്നു? ഒരു തുടരും മൂവിയുടെ ഒരു അല്ലേ അതേ റേഞ്ച് നമുക്ക് അത് വെച്ച് നമുക്ക് പ്രോമോയിലൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു സ്റ്റൈൽ ഓഫ് ഇത് എന്താ ഡയലോഗ്സും ആ ഒരു അപ്പിയറൻസ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന. അതെ 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 അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിരിക്കുന്നത് അനീഷാണ്. അനീഷ് ഒരു കോമൺ നമ്മുടെ മൈജി കണ്ടസ്റ്റന്റ് വഴി സെലക്ട് ആണ്. ആള് ഒരു ഓതറും ഒരു ഫാമറും കൂടിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ബുക്കൊക്കെ എഴുതുന്ന പറഞ്ഞത്. അല്ലല്ലേ, ബുക്കൊക്കെ കാണിക്കുന്നുണ്ട്. ബുക്ക് ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തിങ് ഏതായാലും എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ പുള്ളിക്കാരൻ ആ ബുക്ക് കാണിക്കുന്നുണ്ട് ഹൈലൈറ്റ് ആയിട്ട്, പുള്ളിക്കാരൻ എഴുതിയ. പക്ഷെ അതൊക്കെ ഒരു 7ന്റെ പണിയായിട്ടാണ് കണക്കെടുത്തത്. അപ്പൊ നമുക്ക് ഇത്ര നാൾ വന്നേ കോമണിൽ നിന്ന് ഇത്തിരി സംസാരിക്കാനും വാക്ചാതുര്യമൊക്കെ ഉള്ള ഒരാളാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് കണ്ടറിയാം. ഇനി ഇപ്പൊ ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെ, നമുക്ക് പോകെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവരുടെ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അകത്ത് കയറിയതിന് ശേഷം അനീഷിന്റെ എന്താ വെച്ചാൽ ഇച്ചിരി പുച്ഛം കലർന്നൊരു ഇതായിട്ടാണ് കാണുന്നത്. അത് എങ്ങനെയാന്ന് അറിയത്തില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു പുച്ഛത്തോടു കൂടിയാണ് എല്ലാരും കാണുന്നത് പുള്ളിക്കാരൻ. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഡിവോഴ്സ്ഡ് ആണ്. അപ്പം എന്താ സമൂഹത്തിൽ ആണുങ്ങള് സഹിക്കുന്ന എന്താ യാതനകളെ പറ്റി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നത്. അതൊക്കെ നമുക്ക് കണ്ടറിയാം. അതെ 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 അതെ. പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ലൈഫ് സ്റ്റോറിയൊക്കെ പറയാനുള്ള ഒരു അവസരം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സെക്കൻഡ് കണ്ടസ്റ്റന്റിലേക്ക് പോവാം. അനുമോളാണ്. അനുമോൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാ സീരിയൽസ് ഒക്കെ കാണുന്നവർക്ക് മെയിൻ ആയിട്ട് അറിയാം. പിന്നെ ആ നെയിം ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് പ്ലസ് സീരിയലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ബേബി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് അപ്പൊ അതെ അതെ അതെ. അപ്പൊ അത് ഞങ്ങളെ പ്ലീസ് ഡോണ്ട് മൈൻഡ്. പിന്നെ എന്താണ് അപ്പം അനുമോളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അനുമോൾ അങ്ങനെയാണ്. അപ്പൊ ആദ്യം തൊട്ടേ കേട്ടുവന്നൊരു പേരായിരുന്നു, പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു അനുമോള്. അപ്പം അനുമോളൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കണ്ടറിയാം, സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അനുമോള് കയറി വന്ന സമയത്താണ് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനീഷ് ഇത്തിരി പുച്ഛത്തോടെ പറയുന്ന, സീരിയലിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, കൊട്ടുന്നുണ്ട്. അതൊരു അതെ അതെ. എനിവേ അപ്പൊ തൊട്ട് നമുക്ക് അനീഷിനെ നമുക്ക് ചെറിയൊരു ഇതായി തുടങ്ങി. പുള്ളിക്കാരനെ ഇച്ചിരി ചൊറിയനാന്നുള്ളൊരു ഇത് എന്തായാലും നമുക്ക് കണ്ടറിയാം. അതെ. അപ്പൊ ഇനി അടുത്ത ആര്യൻ, തേർഡായിട്ട് കയറുന്ന ആളാണ് ആര്യൻ. ആര്യൻ ആക്ടർ, മോഡൽ, അങ്ങനെയൊക്കെ ഇച്ചിരി ഒരു എന്താണ് ഒരു ലവ് സ്ട്രാറ്റജി ഒക്കെ ചിലപ്പോൾ കാണിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പുള്ളിക്കാരന്റെ ലവ് സ്ട്രാറ്റജി പിടിച്ചാലും അറിയത്തില്ല. പുള്ളിക്കാരൻ എന്താ നമ്മുടെ കൂടുതൽ ഫാൻ ബേസ് ഒക്കെ നമുക്ക് കഴിഞ്ഞ സീസണിൽ അർജുനെ പോലെയൊക്കെ തോന്നി. കാരണം ഒരു എന്താണ് ബോളിവുഡ് ആക്ടറിന്റെ ഒരു ലാലേട്ടൻ തന്നെ പറഞ്ഞു രൺബീർ കബീറിനെ പോലെയൊക്കെ ഒരു ലുക്ക് ഉണ്ടെന്നൊക്കെ. അപ്പൊ എന്താ എനിവേ നമുക്ക് കാണാം, നന്നായിട്ട് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. അതെ. പിന്നെ ആര്യൻ ഏതോ ഡേറ്റിംഗ് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഡേറ്റ് ബാസി ഇൻ 2022 ഇപ്പൊ അവിടെ നല്ല ഡേറ്റ് ചെയ്ത് ഓൾറെഡി ഗേൾഫ്രണ്ട് ഉണ്ടാവുന്ന പറഞ്ഞേക്കണത്. സോ നമുക്ക് ലൈഫ് സ്ട്രാറ്റജി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗബ്രി എന്ന പോലെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ നമുക്ക് നോക്കാം. പിന്നെ നാലാമതായിട്ട് കയറിയിരിക്കുന്നത് കലാഭവൻ സരിക.
കലാഭവൻ സരിഗ. പുള്ളിക്കാരത്തെയും ഒരു ഫേമസ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റും ഒരുപാട് നാളുകളായിട്ട് 20 years ആയിട്ടോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ. അപ്പം പുള്ളിക്കാരത്തി അത്യാവശ്യം ഓക്കെ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ കുഴപ്പമില്ല അല്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പോകെ പോകെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ 5th ആയിട്ട് കയറിയിരിക്കുന്ന അക്ബർ ഖാൻ, നല്ലൊരു പാട്ടുകാരനാണ്. പുള്ളിക്കാരൻ എഴുതി മ്യൂസിക് ചെയ്ത കമ്പോസ് ചെയ്ത ഒരു പാട്ടോട് കൂടിയാണ് പുള്ളിക്കാരൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ആളാണ്. അപ്പൊ പാട്ടുകൾ കൂടെ പുള്ളിക്കാരൻ കുറച്ച് ഫാൻ ബേസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കാരൻ ഓൾറെഡി റിയാലിറ്റി ഷോയിലെ ഫസ്റ്റ് റണ്ണപ്പ് ഒക്കെയാണ്. എനിവേ പുള്ളി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നി. ഇനി എന്തുകൊണ്ടാണെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോ പറയുന്നേ പിന്നെ 6th ആയിട്ട് ഇരിക്കുന്ന RJ ബെൻസി. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. ഇത്തിരി ചിരിക്കുരുക്ക് ആണ് അല്ലെ, അത് ചോദിക്കുമ്പോ ഒന്നുകൂടെ ചിരിക്കുന്നുണ്ട്. എന്താ സംസാരം ഫസ്റ്റ് ഇംപ്രഷൻ ചിരിച്ചോണ്ടൊക്കെയാണ് കയറുന്നത്. നമുക്ക് പോയ ചിരിയൊക്കെ പോവും, നമുക്കിത് കണ്ടറിയാം. പിന്നെ 7th ആയിട്ട് കയറിക്കുന്നത് ഒനിയൽ സാബു. പുള്ളിക്കാരൻ ഒനിയൽ എന്നാ പറയണ എല്ലാവരുടെയും പേര് അല്ലേ. അപ്പൊ ഒരു ഡിഫറെന്റ് നെയിമാണ് പുള്ളിക്കാരൻ. മറ്റേ ഞാൻ അറിയണത് മറ്റേ നമ്മുടെ ജിംബൂമ്പയുടെ ബൂംബാങ്ങിന്റെ വീഡിയോയിൽ കൂടെ നമ്മള് ഞങ്ങള് സ്ഥിരമായിട്ട് മിക്കവാറും കാണുന്ന ഒരു വ്ളോഗറാണ് ബൂംബാങ്. അപ്പൊ പുള്ളിക്കാരൻ നാട്ടിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു അല്ലെ, വന്ന സമയത്ത് ഫോട്ടോ വെച്ച് വന്നിട്ട് കുറച്ച് ഫുഡ് വ്ളോഗ്സ്. പുള്ളി ഒരു ഫുഡ് വ്ളോഗർ ആണല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരനായിട്ട് കുറെയൊക്കെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു ഫുഡ്. അപ്പൊ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ആക്ച്വലി അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ഇപ്പം ഫുഡ് വ്ളോഗറായിട്ട് ലാലേട്ടൻ ബർഗറൊക്കെ തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പുള്ളിക്കാരൻ. പിന്നെ നെക്സ്റ്റ് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും കയറുന്നതിന് മുമ്പ് ഒരു ടാസ്ക് ചെയ്തായിരുന്നു അല്ലെ. ആ ടാസ്ക് കൊള്ളായിരുന്നു. നമുക്ക് ആദ്യം ബോറടിച്ചു, പക്ഷെ അതിന്റെ അകത്ത് ലാസ്റ്റ് ആണ് എന്താന്ന് കാര്യം മനസ്സിലായത്. അപ്പം പിന്നെ നെക്സ്റ്റ് കയറിയതാണ് റെന ഫാത്തിമ 2nd year ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. പക്ഷെ നമുക്കറിയാം എന്താന്ന് അറിയത്തില്ല. അതെ, ഫസ്റ്റ് ടൈം ഒരു നല്ലൊരു ഇംപ്രഷൻ തരാൻ പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ കാറ്റഗറി പെടുത്താം പുള്ളിക്കാരത്തിന്. പിന്നെ നെക്സ്റ്റ് കയറിയത് മുൻഷി രഞ്ജിത്ത്. പുള്ളിക്കാരൻ അടിപൊളിയാണ്, നന്നായിട്ട് സംസാരിക്കും. അറിയാലോ മുൻഷി വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഈ ഫീൽഡിലുള്ളതായതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ മുൻഷി രഞ്ജിത്ത് നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നുന്നു. പുള്ളിക്കാരൻ എന്താണേലും ഒരു നല്ലൊരു കലക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അതെ പുള്ളിക്കാരൻ നന്നായിട്ട് ഫൺ എലമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു എന്റർടൈനിങ് ഒരു എലമെന്റ്സും കൂടെ ഉണ്ടാകും പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പൊ എനിവേ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അല്ലെ. നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല പോകുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോ പുള്ളി വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വീക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിവേ നമ്മൾ വോട്ട് കൊടുക്കുമ്പോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കാൻ നോക്കണം. പിന്നെ 12th ആയിട്ട് 12ാമത് കയറിയത് ജിസേൽ താക്കറെ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി ആക്ച്വലി നോർത്ത് സൈഡിൽ നിന്ന് മുംബൈയിൽ നിന്നാണ് വന്നത്. പുള്ളിക്കാരത്തി ബിഗ് ബോസ് ഹിന്ദി 9th സീസണിലൊക്കെ എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ പുള്ളിക്കാരത്തി കുറച്ച് മലയാളം അല്ലെ, അങ്ങനത്തെ ഒരു ആലപ്പുഴ ബേസിക്കലി ഫ്രം ആലപ്പുഴയാണെങ്കിലും മലയാളം പറയാനായിട്ട് ഇത്തിരി പാടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക്. എനിവേ ബിഗ് ബോസ് ഹിന്ദിയിൽ ഇതിലും വലിയൊരു ഇതിലാണ് അറിയാൻ പറ്റത്തില്ല നമുക്കിനി അല്ലെ. ഇപ്പൊ സൈലന്റ് ആണ്, കംപ്ലീറ്റ്ലി സൈലന്റ് ആണ് പുള്ളിക്കാരത്തി. അത്രക്കങ്ങ് ഇതായിട്ട് വന്നിട്ടില്ല. പിന്നെ വന്നത് ഷാരികനെ എല്ലാവർക്കും അറിയാം. 13ാമത്തെ കയറിയ ഇന്റർവ്യൂർ ആണ്. ഇതിലെ ഹോട്ട് സീറ്റിൽ എല്ലാരും പൊരിച്ചോണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു. അപ്പം എങ്ങനെയാന്ന് അറിയാം, പുള്ളിക്കാരത്തേക്ക് ഒരേ സമയം ഫാനും ഉണ്ട്, ഫാൻ ബേസും ഹേറ്റേഴ്സും ഉള്ളൊരു ആളാണ്. സോ നമുക്കറിയാം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതെ സംസാരത്തിൽ പുള്ളിക്കാരത്തി അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് പുള്ളിക്കാരത്തിനെയും കണ്ടറിയാം. ചില സമയത്ത് ചില സീസണിൽ നന്നായിട്ട് സംസാരിക്കുന്നവരൊക്കെ ആദ്യം അല്ലെ പറ്റത്തില്ല. അതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല നടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള എല്ലാ സീസണിലും അങ്ങനെയാണ്. ആക്ച്വലി ആദ്യം വന്ന് ഭയങ്കര ഇംപ്രഷൻ തന്നെ, പിന്നെ എല്ലാവരും പയ്യെ അല്ല നന്നായിട്ട് പറയുന്നവർ ആദ്യമേ ഇവര് വോട്ട് ചെയ്ത് ഔട്ട് ആകും. അതല്ലേ പ്രശ്നം.
പിന്നെ സംസാരിക്കാൻ ആളുണ്ടാകത്തില്ല, പിന്നെ അവിടെ സീസൺ മയങ്ങി. അതാണ് എല്ലാ പ്രാവശ്യം. ഈ പ്രാവശ്യമെങ്കിലും അതൊന്നും മാറി സംസാരിക്കുന്നവരവിടെ, എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം മിക്കവരും സംസാരിക്കാൻ ഇച്ചിരി കൂടെ അല്ലേ നല്ല ആൾക്കാരാന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. പിന്നെ 14th പൊസിഷനിൽ കയറി ഷാനവാസ് ആണ്. ഷാനവാസ് രുദ്രൻ, കുങ്കുമപ്പൂവ് പണ്ടത്തെ ഒരു ഫേമസ് സീരിയലിലെ ആക്ടറാണ്. പുള്ളിക്കാരനും ഒക്കെ സംസാരിക്കുന്ന കണ്ട നമ്മളെ പുള്ളി വന്നപ്പോൾ തന്നെ റോൺസിന്റെ ഒരു സിമിലാരിറ്റി ഉണ്ട് പുള്ളിക്കാരനെ കാണാനായിട്ട്. ഇപ്പൊ എല്ലാവരും റോൺസൺ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കാം റോൺസനെ പോലെ. റോൺസണല്ലേ ബ്ലസ്ലി വാഴയെന്നൊക്കെ വിളിച്ചപ്പോ അല്ല നട്ടൽ വാഴയാക്കി കൊണ്ട് നടക്കണം. അല്ല അങ്ങനെ ബ്ലസ്ലി പറഞ്ഞതാ. അല്ല അങ്ങനെ പറഞ്ഞത് പോലെ ആവല്ലെന്ന് പുള്ളിക്കാരൻ അങ്ങനത്തെ വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ അപ്പം അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ എനിവേ അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതല്ല, ബ്ലസ്ലി പറഞ്ഞതാ. നന്നായിട്ട് ഇച്ചിരി ആക്റ്റീവ് ആയിട്ടൊക്കെ ആളായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, റോൺസിനെ ഞാൻ ആദ്യം പറഞ്ഞൊന്നുമല്ല, അവിടെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. 15th പൊസിഷൻ കയറിയിരിക്കുന്ന നവീനാണ്, നവീൻ ജോർജ്. പുള്ളിക്കാരൻ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ജാൻമണിയുടെ ഒക്കെ ഒരു ഫ്രണ്ടാണ്. അതുപോലെ കഴിഞ്ഞ സീസണിലെ അഭിഷേക് കെ ഒക്കെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ഞാവ് എന്നൊക്കെ പറഞ്ഞാ വന്നിരിക്കുന്നത്. എല്ലാരും മാന്തു എന്നൊക്കെ. പുള്ളിക്ക് കുറെ പൂച്ചയുണ്ട്. പുള്ളിക്കാരൻ ചൊറിഞ്ഞ മാന്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ എങ്ങനെയാന്ന് കണ്ടറിയാം. സോ നമ്മള് ആദ്യം കാണാൻ ഒരു എക്സ്പ്രഷൻ, അകത്തിയെല്ലാം എല്ലാം മാറുമല്ലോ. സോ നമുക്ക് ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. 2 weeks. അതെ, 2 weeks ടൈമിൽ നമുക്ക് ആരൊക്കെയാണ് പൂച്ച പുലി എന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. പിന്നെ നെക്സ്റ്റ് കയറിയത് ആദില നൂറ. അവര് എന്താണ് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന ആൾക്കാരാണ്. അതെ, അവര് രണ്ടുപേരും ഡെവലപ്പേഴ്സ് ആണ്. അപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സൈബർ സെക്യൂരിറ്റി അനാലിസ്റ്റ് ആണല്ലേ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ അവര് സംസാരിക്കുക, അവരുടെ വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് നല്ലൊരു കണ്ടസ്റ്റൻസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അകത്തേറി ആൾക്കാരുമായിട്ട് അവർക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോണത്. സോ എങ്ങനെയാന്ന് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ 17ാമത്തെ പൊസിഷൻ നമുക്ക് ഇട്ടിരിക്കുന്നത് ശൈത്യ സന്തോഷ്. ആക്ച്വലി വേറൊരു ഇച്ചിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായ ആളാണ്. അവരുടെ ടിവിയിലൊരു പ്രോഗ്രാമിൽ ഇച്ചിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകുന്ന ആളാണ്. അപ്പോൾ ഒരാളായിട്ടത് ചോദിക്കുന്നുണ്ട്, ഇച്ചിരി വഴക്കാളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താണെന്നറിയാം, ഇതിലെങ്ങനെ വരുമെന്ന് അറിയാം. പുള്ളിക്കാരത്തെ അഡ്വക്കേറ്റും കൂടിയല്ല. പുള്ളിക്കാരത്തി അഥവാ സെക്രട്ടറി ഇട്ടെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന സംശയമുണ്ട്. എന്താന്ന് അറിയത്തില്ല പുള്ളിക്കാരത്തി. അത് എന്താ, പുള്ളിക്കാരത്തി നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അഡ്വക്കേറ്റ് ആണ്. ഇപ്പൊ പുള്ളിക്കാരത്തി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിവേ നമുക്ക് എന്തായാലും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയാൽ മതി അല്ലെ. നന്നായിട്ട് ബിഹേവ് ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള, ചുമ്മാ വാഴകളെ പോലെ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന അല്ലെ, അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആവാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ബോറിംഗ് ഇല്ലാതെ കാണാം. അപ്പൊ ഈ പ്രാവശ്യത്തെ സീസൺ സക്സസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ 18ാമത്തെ അതായത് നമ്മൾ ആദില നൂറിന് ഒറ്റ കണ്ടസ്റ്റന്റ് ആണ് കാണുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ 20 ആണ് ഇൻസൈഡ് ഹൗസ്. പക്ഷെ കണ്ടസ്റ്റന്റ് അവർ ഒന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇത് 18ാമതാണ് രേണുസുദിനെ പറ്റി ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കാത്തിരുന്നൊരു കണ്ടസ്റ്റന്റ് ആണ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ അതല്ല ബിഗ് ബോസില് ഇനിയിപ്പോ എങ്ങനെയൊന്നും അറിയില്ല, നമുക്ക് കാണാം. പുള്ളിക്കാരത്തെ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ പുറത്ത് കടന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ അവിടെ ചെന്ന് കാണിച്ചാൽ പിന്നെ ഹേറ്റേഴ്സ് ഉണ്ടാവും. അല്ല അത് പുള്ളിക്കാരത്തി ഹാപ്പിയായിട്ട് പോകുന്നു, അത്ര ചിന്തിച്ചാൽ മതി. അതൊക്കെ ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയല്ല പറഞ്ഞത്. ആക്ച്വലി എങ്ങനെയാ പുള്ളിക്കാരത്തി ഇപ്പൊ പുള്ളിക്കാരത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ പുള്ളിക്കാരത്തി നന്നായിട്ട് അതിനകത്ത് നിൽക്കുവാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് വോട്ട് കിട്ടും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പിടിച്ചു പുറത്താക്കും ആൾക്കാർ. അത്രേ കറന്റ് പുള്ളിക്കാരത്തി ഹേറ്റേഴ്സ് ആണ് ഇത്രയുടെ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി സൂക്ഷിച്ചും കണ്ടൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഓക്കെ. പിന്നെ അപ്പൊ 19th ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റന്റ് ആണ് അപ്പാനി ശരത് വന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അപ്പൊ 20th പേഴ്സൺ
കണ്ടസ്റ്റന്റ് ലെവലിൽ വരുമ്പോൾ 19th ആയിട്ടാണ് ലാലേട്ടൻ വിളിച്ചിരിക്കുന്നത്. അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അങ്കമാലി ഡയറക്ടറിൽ എന്റെ അമ്മയുടെ ജിമിക്കി കമ്പൽ എന്ന് തുടങ്ങിയ ഇതിലൊക്കെ കൂടെ പ്രശസ്തനായ അപ്പാനി ശരത്താണ് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്. പുള്ളിക്കാരൻ ആക്ടറാണ്. പിന്നെ സംസാരിക്കുന്നുണ്ട്, നമുക്കറിയാം. ലാലേട്ടൻ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യട്ടെ. സീസൺ 7 ഒരു സക്സസ് ആവട്ടെ. എന്റർടൈൻമെന്റ് വാല്യൂ ഇനിയിപ്പോ ഒരു 3 മാസം പോണ അറിയത്തില്ല കേട്ടോ. അഥവാ ഈ സീസൺ അടിപൊളിയാണെങ്കിൽ ഈ 3 മാസം കൂടെ ടക്കുന്നിട്ട് പോകുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിച്ചു ഇവരെങ്ങനെ ഇവരുടെ ടാസ്ക് എന്ന് കണ്ടായിരുന്നോ? കണ്ണു പൊത്തുക, എന്നിട്ട് ഇവർ ഓരോ ടാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കണ്ണു പൊത്തിട്ട് ഒരു സപ്പോർട്ട് ചെയ്യും. പിന്നെ റെനീഷ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ സീസണിലുണ്ടായ റോബിന്റെ സീസണിലെ റെനീഷ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മള് എല്ലാ സീസണിലും കളിച്ചവരെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പം റെനീഷ ആണ് പുള്ളിക്കാരത്തി. എന്റെ ഗെയിമാണ്, എന്റെ ഒരു ടാസ്ക് ആണ് ആദ്യം പോണെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി വന്നത്. JCB-ലൊക്കെ എന്നിട്ട് ഇവരെ എന്നാ കണ്ണു കുത്തിയിട്ട് ഇവരെ ഇങ്ങനെ ടാഗ് ഉണ്ടായിരിക്കും. അവരെ ടാഗ് കറക്റ്റ് ആയിട്ട് പോയി അവർ ഗൈഡ് ചെയ്യും, വെർബലി ഗൈഡ് ചെയ്യും. ഇവര് പോയി അത് ടാഗ് എടുത്ത് കഴുത്തിലിടുക, എന്നിട്ടൊരു എന്താണ് റെഡ് കളർ അവിടെ പോയി കൈ ഇങ്ങനെ പതിപ്പിക്കുക. അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇവരുടെ എല്ലാ പ്രിവ്യൂവും കാണിക്കുന്നുണ്ടല്ലോ. ഇവർ കയറി വരുന്ന എല്ലാവരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ഗെയിം എങ്ങനെയായിരുന്നു. അപ്പം അന്നേരം നമ്മൾ എന്തുവെന്ന് വിചാരിച്ചു ചുമ്മാ. അപ്പൊ ലാസ്റ്റ് എന്തോ 7ന്റെ പണിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതിന്റെ അകത്ത് 3 പേരല്ല, ഇത്ര ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്ത് 3 പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് 3 പേർക്കും ഇവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലാലേട്ടൻ പറയുന്നുണ്ട് അവരുടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. സാധാരണ ഇവർ വരുന്ന ഇവരുടെ ബാഗ്സ് ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പം ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പൊ ഇവരുടെ ബാഗും ഇവരുടെ അവർക്ക് പണി കൊടുക്കാനുള്ള ഒരു മുറയാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം അവിടെ വരും. എന്നിട്ട് ഇവർക്ക് ഈ ടാസ്ക് ഓരോ ടാസ്ക് കൊടുക്കും. അത് ഇത് വെച്ചായിരിക്കും. അപ്പൊ അതിന്റെ പ്രത്യേകത ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആദ്യമേ ഇവർക്ക് ലഗേജ് വരുമല്ലോ. അപ്പൊ ഇതിൻ്റെ അത് ജയിച്ച 3 പേർക്ക് മാത്രമേ ഫുൾ ലഗേജ് കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും അതിൻ്റെ അകത്ത് എന്തോ പുല്ലും ചങ്കും ഒക്കെ എടുത്ത് വെച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പൊ പിന്നെ പറയുന്നത് എന്നിട്ട് വെൽക്രോ പോലത്തെ വിന്നേഴ്സിന് 3 വിന്നേഴ്സിന് വെൽക്രോ പോലത്തെ ഒരു കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായിരിക്കും വേണമെങ്കിൽ ബിഗ് ബോസ് ടിസ്റ്റ് കൊടുത്ത് അടിച്ചു മാറ്റാം. കാണിക്കുന്ന രീതിയിലാണ് ഒളിച്ചു വെക്കാനൊന്നും പറ്റും. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണാൻ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിൽ കാണാൻ ആരൊക്കെ എന്താണ് വലിയ പറയുന്നുണ്ട്. അപ്പം ഇത് ആരെങ്കിലും അടിച്ചു മാറ്റുവാണെങ്കിൽ അവർക്ക് ഈ കിട്ടിയ ഇത് വെൽക്രോ പോയ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഷാനവാസിന്റെ പോവുകയാണെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റണം, കിട്ടിയവരുടെ ബാഗ് കൊടുക്കും, ഷാനവാസിന്റെ ബാഗ് എടുക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ആദ്യം തന്നെ അടിപൊട്ടിക്കാനുള്ള പരിപാടി അവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് നാളെ കാണാം എന്താവുന്നു, അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.